പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് തെക്കുംകര വീരോലിപ്പാടത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റ് അംഗങ്ങളെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട് EG ജോജു, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, TV പൗലോസ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സുജിത്ത്, പാലിയേറ്റീവ് കെയർ നഴ്സ് ഡാനി ഐസക്, HIPP രാജീവ്, ഡെന്നി തോമസ്, MLSP അംഗങ്ങളായ AP പ്രബിൻ, KP പ്രീജ, ലിസ സാഗർ, അങ്കിത ജോയി, അഞ്ജന, ബീന, അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് വീരോലിപ്പാടം ഹെൽത്ത് സെൻ്ററിലുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് ടീമിനെ ഒന്ന് ആദരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിൽ കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ വളരെ കൃത്യമായി കൊടുക്കുന്ന ഒരു ടീമാണ് ഇവിടുത്തെ പാലിയേറ്റീവ് ടീം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായും അത്തരം ആളുകളെ പരിചരിക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് എല്ലാവരും നഴ്സായിട്ടല്ല, പക്ഷേ ആ ടീമിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും രോഗത്താൽ അവശത അനുഭവിക്കുന്ന വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ളവരെയും അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കാനുള്ള പാലിയേറ്റീവ് ടീമിൻ്റെ ആ വലിയ ഉദ്യമം ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയാവുന്നവർ തീർച്ചയായും ഇത്തരം നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്ന മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഈ ടീം തന്നെയാണ്. വലിയ ആദരവാണ് നിങ്ങളോടൊക്കെ ഈ പൊതുസമൂഹത്തിനുള്ളത്. തീർച്ചയായും അത് വലിയ ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ നന്നായി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ ഈ CT ദേവസി സ്മാരക ട്രസ്റ്റ് 3 വർഷമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലവും സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവശത അനുഭവിക്കുന്ന വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന രോഗികളായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ചെറിയ ചികിത്സാ സഹായങ്ങൾ ഈ വർഷം മുതൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്.